കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇനി വചന ശുശ്രൂഷ കഴിയുന്നതുവരെ നിങ്ങൾ ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാൻ ആർക്കും അനുവാദമില്ല എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ഇരിക്കുന്നിടത്ത് തന്നെ വചന ശുശ്രൂഷ കഴിയുന്നതുവരെ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവിടെ തന്നെ ഇരിക്കുക. വെള്ളം കുടിക്കാൻ പോയാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടുകയില്ല, കഞ്ഞി കുടിക്കാൻ പോയാൽ കഞ്ഞി കൊടുക്കുകയില്ല. അപ്പോൾ ഇത് വചന ശുശ്രൂഷ വളരെ ഗൗരവമുള്ള ഒരു ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും ശ്രദ്ധയോടുകൂടെ തീക്ഷ്ണതയോടുകൂടെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്ന് അച്ഛൻ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കട്ടെ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുപറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം: ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും കരങ്ങൾ ഇനി ഉയർത്താത്തവരുണ്ടെങ്കിൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ സൂപ്പറായി ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനെ നോക്കി ഒന്ന് നൈസായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈസ്റ്ററൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ആലസ്യം അല്ലേ, നോയമ്പൊക്കെ വീടിയതിൻ്റെ ഒരു ക്ഷീണം മാറി വരുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മോട് ഈശോ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണം. അതൊരു വളർച്ചയാണ് അല്ലേ? അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞേ ഞാൻ വളരുകയാണ് എന്ന് പറഞ്ഞേ. നമ്മൾ എങ്ങനെയാണ് വളരുന്നത് എന്ന് ആദ്യത്തെ വചനം ഈശോ ഓർമ്മിപ്പിക്കുന്നത്. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനം വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വായിക്കാൻ പോവാണ് കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, അവർ ശിരസിനോട്, വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. ആരാണ് ശിരസ്? ആരാണ് നമ്മുടെ ശിരസ്? ഈശോയാണ് ശിരസ്. പൗലോസ് അപ്പോസ്തലന്റെ ഒരു ആരോപണമാണ് അവർ എന്ന് പറഞ്ഞാൽ ആര്? നമ്മൾ, അല്ലെങ്കിൽ വിശ്വാസികൾ, ചില ആളുകൾ. അവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ചില ആളുകൾ. ആരാണെന്ന് നമുക്ക് നോക്കാം. അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ
ഈശോയോട് അവർ ചേർന്ന് നിൽക്കുന്നില്ല. അവർ ക്രിസ്ത്യാനികളാണെങ്കിലും അവർ ക്രിസ്തുവിനോട് ഹൃദയം ചേർത്ത് വയ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അവർ ആരാണവർ? ക്രിസ്ത്യാനികളാണെങ്കിലും ക്രിസ്തുവിനോട് ഹൃദയം ചേർത്ത് വയ്ക്കാത്തവർ, ക്രിസ്തുവിൽ വസിക്കാത്തവർ, അവരാണ് അവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവരുടെ കുഴപ്പം എന്താണ്? അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. ആരോപണമാണ്, ഗുരുതരമായ ആരോപണമാണ്. ക്രിസ്ത്യാനിയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നടത്തുന്ന അതീവ ഗുരുതരമായ ഒരാരോപണമാണ്. നിങ്ങൾക്ക് ഈശോയോട് വലിയ ബന്ധമൊന്നുമില്ല, നിങ്ങൾ കാര്യം കാണാൻ വേണ്ടി മാത്രം ഈശോയെ എന്ന് വിളിക്കുന്നവരാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ഒരു ബന്ധവും ഈശോയോടില്ല എന്നൊരാരോപണമാണ്. അത് ശരിയാണോ? അത് ശരിയല്ല. പക്ഷേ ചില സമയത്ത് നമുക്ക് ശരിയാണെന്ന് തോന്നും. ഇവിടെയല്ലേ ഇപ്പം അച്ഛൻ കൺവെൻഷനൊക്കെ നടത്താൻ പോകുമ്പോൾ അച്ഛൻ ചോദിക്കും, ഇവിടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര കുട്ടികളുണ്ട്? അവർ വലിയ ധൈര്യത്തോട് പറയും, ഞങ്ങളുടെ ഇവിടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ 900 കുട്ടികളുണ്ട്. ഓക്കെ, ശരി, നല്ല കാര്യം. ധ്യാനത്തിന് എത്ര പേര് വന്നിട്ടുണ്ടായിരുന്നു? 990 പോലും നിങ്ങളുടെ ഇടവയിലുണ്ടാവോ? ഇല്ല. അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു, പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുമക്കളെ മാതാപിതാക്കളോട് ഒക്കെ ആയിട്ട് പറഞ്ഞു, നാളെ പുസ്തകം വെഞ്ചരിപ്പും പേന വെഞ്ചരിപ്പും ഒക്കെ ഉണ്ടാകും. വന്നിട്ടുണ്ട് 900 500 റെഡി. തലേ ദിവസം എവിടെ പോയിരുന്നു? തലേ ദിവസം തിരക്കായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തുവിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. ഇനി അപ്പോൾ നമ്മൾ വിചാരിക്കും, അവരോട് പറഞ്ഞു കൊടുക്കും, കുഞ്ഞുമക്കളെ ഇന്ന് വെഞ്ചരിപ്പൊക്കെ ഉണ്ട്, നാളെ തുടങ്ങി 4 ദിവസം, ഇനി 3 ദിവസം കൂടി ധ്യാനമുണ്ട്, വരണം. നാളെ തുടങ്ങി പിള്ളേരാ. ക്രിസ്തുവിനോടുള്ള ഗാഢബന്ധം എവിടെ പോയി എന്നാണ്. അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ പള്ളിയിൽ വരാൻ പറ്റുന്നവരാണ് ഇവരെന്ന് നമുക്ക് മനസ്സിലായി, ഇല്ലേ? പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ, നമ്മുടെ ഇടവകയിൽ ഒരു ധ്യാനം നടക്കുമ്പോൾ കുഞ്ഞുമക്കളെ ആരെങ്കിലും വീട്ടിലിരുത്തോ? വീട്ടിലിരുത്തല്ല. ധ്യാനത്തിന് പോയില്ലെങ്കിൽ ചോറ് കൊടുക്കല്ല, കഞ്ഞി കൊടുക്കാൻ. അത് പോയിരിക്കും, കൊടുക്കാതിരിക്കുന്ന വിഷയമല്ല, പോയിരിക്കും. പക്ഷേ ഇപ്പോൾ പോവുകയില്ല, അവർ മൊബൈലും നോക്കിയിരിക്കും. അപ്പോൾ ക്രിസ്തുവിനോട് എന്ത് ചെയ്യുന്നില്ല? ഗാഢബന്ധം പുലർത്തുന്നില്ല. അതിൻ്റെ ഒരു അടയാളമാണ് അച്ഛൻ പറഞ്ഞത്. മറ്റു പല അടയാളങ്ങളുമുണ്ട്. ഇപ്പോൾ കുർബാന കൊള്ളപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും, അല്ലേ? കുർബാന കൊള്ളപ്പാടിന് പന്തലിടുന്നുണ്ട്, ഹോള് വാടകയ്ക്ക് എടുക്കുന്നുണ്ട്, ഗാനമേളക്കാരെ പോലും കൊണ്ടുവരുന്നുണ്ട്. ഹല്ലേലൂയ. എന്താ കൊച്ചിൻ്റെ കുർബാന കൊള്ളപ്പാട്? കൊച്ചിൻ്റെ കുർബാന കൊള്ളപ്പാട് നടത്തുന്നു, പള്ളിയിൽ അരമണിക്കൂർ ചെലവഴിക്കുന്നു. ഇന്നലെ അച്ഛന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അച്ഛൻ നാളെ ഇവിടെ എറണാകുളത്ത് പോകുന്ന വഴിക്ക് ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ, പോകുന്ന വഴിക്ക് പ്രസംഗിക്കുന്ന. ഹല്ലേലൂയ. അപ്പോൾ സമയം അല്ലേ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുതൽ പല കാര്യങ്ങൾ ചെയ്യാനുള്ള. എന്തൊക്കെയാണ്? ഗാനമേള നടത്തണം, കള്ളു കുടിക്കണം. ഹല്ലേലൂയ. പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ നീണ്ടുപോയാൽ അതിൻ്റെ പഴി ആര് കേൾക്കും? വികാരിയച്ഛൻ കേൾക്കും. അപ്പോൾ വികാരിയച്ഛന് പേടിയുണ്ട്, കാരണം ഇവർക്ക് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് കള്ളു കുടിക്കാനുള്ളതാണ്. അതുകൊണ്ട് പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ നീണ്ടുപോകരുതെന്ന് മീറ്റിങ്ങിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പല ആളുകൾ വന്ന് കാത്തിരിക്കുകയാണ്. എന്തിന്? നിങ്ങൾ ക്രിസ്തുവിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. ഇതാരെക്കുറിച്ചുള്ള ആരോപണമാണ്? നമ്മെക്കുറിച്ചുള്ള ആരോപണമാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്ന് പറയുന്നവൻ എന്തു ചെയ്യും? അവൻ പാപത്തെ ഉപേക്ഷിക്കും.
ഒരാളിതാ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറില്ല, പക്ഷേ അവൻ ചടങ്ങുകൾ നടത്താൻ തയ്യാറാണ്. ഒരു ചടങ്ങിനും കുറവ് വരരുത്. ചടങ്ങ് നടത്തണം, പക്ഷേ ഞാൻ എൻ്റെ പാപത്തിൽ തന്നെ തുടരുകയുള്ളൂ. അതാണ് ആരോപണം. അവർ ഗാഢബന്ധം പുലർത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആദ്യ കുർബാന സ്വീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അച്ഛൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഏത് കുഞ്ഞിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ അന്നാണ് നിങ്ങൾ വീട്ടിൽ മദ്യം വിളമ്പിയത് നിങ്ങൾ ഓർത്തു വെച്ചോ, നിങ്ങളിത് മനസ്സിൽ വെച്ചോ. ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് മദ്യപാനത്തിൻ്റെ ദുർഭൂതത്തെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. നിങ്ങൾ ഏത് കുഞ്ഞിൻ്റെ കുർബാനക്കൊള്ളപ്പാടിനാണ് ഇന്ന് വീട്ടിൽ കുടി നടത്തിയത്? നാളെ ആ കുഞ്ഞ് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ മദ്യപാനത്തിന്, ലഹരിക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി അഡ്മിറ്റായാൽ അത്ഭുതപ്പെടണ്ട. അതിനുള്ള വഴിമരുന്ന്, അതിനുള്ള ഇൻവിറ്റേഷൻ കാർഡ്, ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കുഞ്ഞിനുള്ള അഡ്മിഷൻ കാർഡ് നിങ്ങൾ എടുത്തു വെക്കാണ്. അന്ന് കരയാതിരിക്കാൻ അച്ഛൻ ഇന്നേ പറയുന്നേ എന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മക്കളോടൊരിത്തിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ മക്കളുടെ പരിപാടികളുടെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അച്ഛൻ കാല് പിടിച്ച് പറയാണ്, നിങ്ങൾ ഈ മദ്യപാനത്തിൻ്റെ ഈ വിരുന്ന് നടത്തല്ലേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാം. ആ കാശിന് നിങ്ങൾ ഐസ്ക്രീം മേടിച്ചോ. ഭക്ഷണം കഴിക്കേണ്ടെന്നൊന്നും ആഘോഷിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. ആ കാശും കൂടി കൊടുത്ത് നിങ്ങൾ ഐസ്ക്രീം മേടിക്കും, കഴിക്കട്ടെ, സന്തോഷിക്കട്ടെ, കൊച്ചുങ്ങൾക്ക്, പിള്ളേർക്ക് സന്തോഷം ഉണ്ടാവട്ടെ. പക്ഷേ മാമോദീസയുടെ പേര് പറഞ്ഞ്, കുർബാനക്കൊള്ളപ്പാടിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ്, കല്യാണങ്ങളുടെ സമയമാണ്, നിങ്ങൾ മദ്യം വിളമ്പുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് നാളെ ആ പെൺകുട്ടി പറയും, ആ പെൺകുട്ടിയുടെ കണ്ണീര്, അല്ലെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികളും കരയുന്നുണ്ട്. ഒരു മകൻ വന്നിട്ട് പറഞ്ഞു, അച്ഛനെ അത്ഭുതപ്പെട്ടു പോയി, അച്ഛാ അവൾ തല്ലു പിടിച്ചു. എന്താണ്? അവൾ ചോദിച്ച ബ്രാൻഡ് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല, വേറെ കൊടുത്തതാണ്, എന്നിട്ട് അവൾക്കത് പോരാ, അവളുടെ ബ്രാൻഡ് തന്നെ വേണം. ഇപ്പുറത്തെ മുറിയുണ്ടല്ലോ, അച്ഛൻ്റെ മുറിയല്ല, ഇപ്പുറത്തെ മുറി, ആ രോഗികളെ കിടക്കുന്ന മുറിയിൽ ഇരുന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ചെറിയ കാര്യങ്ങളാണെന്ന്. നമ്മൾ ഒരു കുർബാന ഒരു കൊച്ചിന് വേണ്ടി കൂടുമ്പോ അതിന് വിലയുണ്ടല്ലോ, അതിലൊരു അഭിഷേകം ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അതുപോലെ തന്നെ ആ കൊച്ചിന്റെ പേരിൽ നിങ്ങൾ ഒരു തിന്മ ചെയ്യുമ്പോ ആ തിന്മയുടെ ഒരു ബന്ധനം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. ചടങ്ങ് നടത്തുന്നുണ്ട്, ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ ചങ്കോട് ചങ്ക് ചേർന്ന് ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. കർത്താവ് വിളിക്കുമ്പോ ഒരു പ്രാർത്ഥന, എനിക്ക് വിജയം കിട്ടണം, അത് ശരി, പക്ഷേ ഒരു പാപബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. യെസ്, തുടർന്ന് വായിക്കാണ്. മുഴുവൻ സന്ധിബന്ധങ്ങളാലും, ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. പൗലോസ് അപ്പോസ്തലൻ ഒരു ഉദാഹരണം പറയുകയാണ്. ശരീരത്തിന്റെ കരങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ശിരസാണ്. തല പറയുന്നത് പോലെയാണ് കൈ പോകുന്നത്, തല പറയുന്നത് പോലെയാണ് കാല് പോകുന്നത്. ഹല്ലേലൂയ. തലയനുസരിച്ചാണ്, തല പറയുന്നിടത്തേക്കാണ് കണ്ണ് തിരിക്കുന്നത്. അല്ലെങ്കിൽ കണ്ണിൽ കാണുന്ന കാഴ്ചകളെ അവലോകനം ചെയ്യുന്നതൊക്കെ ആരാണ്? തലയാണ്. ഹല്ലേലൂയ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, തല പറയുന്നിടത്തേക്ക് കൈ പോകുന്നില്ല. തല പറയുകയാണ്, കുരിശെടുക്കാൻ പറയുകയാണ്. അപ്പോൾ കൈ പറയുകയാണ്, ഞാൻ കുരിശെടുക്കില്ല, ഞാൻ ഈ എണ്ണ എടുക്കാമെന്ന് പറയുകയാണ്.
തല പറയുകയാണ് വലത്തോട്ട് തിരിക്കേ. അപ്പൊ കൈ പറയാണ് ഞാൻ വലത്തോട്ട് തിരിക്കല്ല, ഇടത്തോട്ട് തിരിക്കുക. തല പറയുകയാണ് മുൻപിലേക്ക് പോകല്ലേ, മുമ്പിൽ കൊക്കയാണ്. അപ്പൊ കാല് പറയാണ് ഞാൻ പോകും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ നാശം സംഭവിക്കുന്നു, അവിടെ അപകടം സംഭവിക്കുന്നു, അവിടെ പരാജയം സംഭവിക്കുന്നു, അവിടെ ദുരിതം സംഭവിക്കുന്നു, അവിടെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ ശിരസും ശരീരവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവോ, എങ്ങനെ ശരീരം ശിരസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവോ, അതുപോലെ നമ്മൾ ക്രിസ്തുവാകുന്ന ശിരസിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വളർച്ചയുണ്ടാകുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോഴാണ് നമ്മൾ പൂർണ്ണത പ്രാപിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പ്രാപിക്കുന്നു? പൂർണ്ണത പ്രാപിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നവരൊന്ന് കരമുയർത്താവോ? ഒത്തിരിയേറെ പേരുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നവരെ ഒന്ന് കരമുയർത്താവോ? അതിലും കൂടുതല. കഴിഞ്ഞ ആഴ്ച അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ഈ വചന പഠനം നടത്തുന്നത് ഒരു ലക്ഷ്യത്തോടു കൂടെയാണ്. ഏതാണ് ആ ലക്ഷ്യം? പൂർണ്ണത പ്രാപിക്കുക, പുണ്യപൂർണ്ണത പ്രാപിക്കുക. അത് രണ്ട് കാര്യങ്ങൾ, അത് തന്നെ, വേഗത്തിൽ പ്രാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. ഏത് ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്? പുണ്യപൂർണ്ണത പ്രാപിക്കുക. എന്താണ് പുണ്യപൂർണ്ണത? ക്രിസ്തുവാകുന്ന ശിരസ് പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുന്നതിനെയാണ് പുണ്യപൂർണ്ണത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്താണ് പുണ്യപൂർണ്ണത? ക്രിസ്തുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ കാഴ്ചകളെ, എൻ്റെ കേൾവികളെ, എൻ്റെ വാക്കുകളെ, എൻ്റെ പ്രവർത്തികളെ, എൻ്റെ പദചലനങ്ങളെ ഞാൻ ക്രമപ്പെടുത്തുന്നതിനെയാണ്, അങ്ങനെ ക്രമപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പുണ്യപൂർണ്ണത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരും വിചാരിക്കരുത് നമ്മൾ ഈ ശുശ്രൂഷ നടത്തുന്നത് കുഞ്ഞുമക്കൾക്ക് A+ കിട്ടാൻ വേണ്ടിയാണെന്ന്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നാളെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരൊന്ന് കൈ ഉയർത്താവോ? പേടിക്കേണ്ട ചേച്ചിയുടെ വീട്ടിലെ പിള്ളേർ കൈ വയ്ക്കാൻ മതി. ഒന്ന്, യെസ്, കുറച്ചധികം പിള്ളേരുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ ഈ ശുശ്രൂഷ നടത്തുന്നത് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ വേണ്ടി അല്ല. ടു ബി വെരി ഫ്രാങ്ക് കേട്ടോ, നമ്മൾ ഈ ശുശ്രൂഷ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? പുണ്യപൂർണ്ണത പ്രാപിക്കാൻ വേണ്ടിയാണ്. ഒരു സംശയം വേണ്ട. ഈ ശുശ്രൂഷ നടത്തുന്നത് വിസാ തടസ്സം മാറാൻ വേണ്ടിയല്ല. ഈ ശുശ്രൂഷ നടത്തുന്നത് സന്താന സൗഭാഗ്യം കിട്ടാൻ വേണ്ടിയല്ല. ഈ ശുശ്രൂഷ നടത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മോചനമുണ്ടാകാൻ വേണ്ടിയല്ല. രോഗം മാറാൻ വേണ്ടിയല്ല. വിവാഹം തടസ്സം മാറാൻ വേണ്ടിയല്ല. എന്തിനു വേണ്ടിയാണ്? പുണ്യപൂർണ്ണത പ്രാപിക്കാൻ വേണ്ടിയാണ്. സൗകര്യമുള്ള ഒരു കൈയടിച്ചോ. ഹല്ലേലൂയ. പലരുടെയും മുഖത്തൊരു സന്തോഷമില്ലാത്ത പോലെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത്? കണ്ടോ, അത് പറഞ്ഞപ്പോൾ കുറച്ച് പേര് എഴുന്നേറ്റ് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊന്നും പക്ഷേ നമ്മൾ കർത്താവിൻ്റെ നീതിയും അവിടുത്തെ രാജ്യവും അന്വേഷിക്കാൻ വേണ്ടിയും നമ്മുടെ ജീവിതം ഈശോയുടെ ജീവിതത്തിന് അനുരൂപരാകാൻ വേണ്ടിയുമാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. അതിന് കൃത്യതയും വ്യക്തതയും സുതാര്യതയും മനസ്സിൽ ഓരോരുത്തർക്കും, ഇത് നടത്തുന്ന അച്ഛനും ഉണ്ടാകണം, പങ്കെടുക്കുന്ന നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകണം. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? പുണ്യപൂർണ്ണത പ്രാപിക്കുക. അതിന്റെ മറ്റൊരു വാക്കാണ്
രൂപാന്തരപ്പെടുക. ഹല്ലേലൂയ. നമ്മൾ ഈശോയെ നമ്മൾ ആരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ആരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ആരെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്? ആരിലാണ് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്? ആരിലാണ് പ്രത്യാശ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെ കുറിച്ചാണ് നമ്മൾ ആർക്കു വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്? ഈശോയ്ക്ക് വേണ്ടി. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഈശോയെ കണ്ട്, ഈശോയെ കേട്ട്, ഈശോയുമായി ഇടപെട്ട് നമ്മൾ ഇങ്ങനെ മൂടുപടമണിയാത്ത മുഖത്തോടുകൂടെ അവനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? രൂപാന്തരീകരണം സംഭവിക്കുന്നു. അങ്ങനെ രൂപാന്തരീകരണം സംഭവിക്കുമ്പോൾ എവിടെയാണ് രൂപാന്തരീകരണം സംഭവിക്കുന്നത്? പരീക്ഷാ പേപ്പറിലാണോ? വീട് പണിയിലാണോ? ബാങ്ക് ഡിപ്പോസിറ്റിലാണോ? രൂപാന്തരീകരണം സംഭവിക്കുന്നത് നിന്റെ ഹൃദയത്തിലാണ്, നിന്റെ ആത്മാവിലാണ്, നിന്റെ മനസ്സിലാണ്. മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ്. മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. അപ്പോൾ രൂപാന്തരം പ്രാപിക്കുന്നത് എവിടെയാണ്? മനസ്സിലാണ്, ശരീരത്തിൽ പോലുമല്ല. ക്യാൻസർ രോഗം മാറാൻ വേണ്ടിയാണോ ഈ ശുശ്രൂഷ നടത്തുന്നത്? അല്ല. തലവേദന മാറാൻ വേണ്ടിയാണോ? അല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം ഞാൻ ആന്തരികമായി രൂപാന്തരം പ്രാപിച്ച് ക്രിസ്തുവിനെ പോലെ ആകണം എന്നതാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നമുക്ക് മറ്റെന്ത് കിട്ടിയാലും ശരിയാണ്. പ്രാർത്ഥിച്ച ഒരു കുടുംബത്തിന് കുഞ്ഞുങ്ങളെ ലഭിച്ചു. ഒരു സഹോദരൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ഒരു കൊച്ചിനെ ലഭിച്ചതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് മെഡിക്കൽ റിപ്പോർട്ട് വരുന്നത്, ടെസ്റ്റ് റിപ്പോർട്ട്. അടുത്ത കുട്ടി അവൾ വീണ്ടും പ്രഗ്നന്റ് ആയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ ഈ 1-ാം മാസം 2-ാം മാസത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കൊച്ചിന്റെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. 2 കൊച്ചുങ്ങളോട് ഒരുമിച്ച് കൊണ്ടുവരാൻ നിൽക്കുക. ഒരു കുട്ടിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയാണോ ഈ ശുശ്രൂഷ നടത്തുന്നത്? അല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ അന്വേഷിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഈശോ വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലതേതാണെന്ന് നോക്കി കർത്താവ് അത് നിങ്ങൾക്ക് യഥാകാലം തന്നുകൊണ്ടേയിരിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അവിടുത്തെ രാജ്യവും, നമുക്ക് വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ഹല്ലേലൂയ. ബാക്കിയുള്ളതെല്ലാം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കരുത് നമ്മൾ ചോദിക്കുന്നതെല്ലാം എന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് നൽകപ്പെടുന്നത് നമുക്ക് ഏറ്റവും നല്ലതെന്ന് ദൈവം കാണുന്നതായിരിക്കും. നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലതാകണമെന്ന് നിർബന്ധമില്ല. നിർബന്ധമുണ്ടോ? നിങ്ങൾ ചോദിച്ചതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് ഏറ്റവും നല്ലതെന്നറിയാവുന്നതാരാണ്? ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുടുംബം വാശി പിടിച്ച് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും ലോൺ കിട്ടണം. അങ്ങനെ 35 ലക്ഷം രൂപ ലോൺ എടുത്ത് വീട് പണിതു. ഇപ്പൊ ആ വീട് വിൽക്കാൻ നടക്കാണ്. കാരണം വിറ്റില്ലെങ്കിൽ ജപ്തിയായി പോകും. നമുക്ക് ഒരു ലോൺ കിട്ടണമെന്നത് നമ്മുടെ ആഗ്രഹമായിരുന്നു. അത് നമുക്ക് ഏറ്റവും നല്ലതാണോ അല്ലയോ എന്ന് ആര് തീരുമാനിക്കാൻ വിട്ടുകൊടുക്കണം?
ഈശോ തീരുമാനിക്കാൻ വിട്ടുകൊടുക്കണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ തിങ്കളാഴ്ച ഒരമ്മയും അപ്പനും കൂടി അച്ഛനെ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു. കണ്ണൂർ മിംസ് ആശുപത്രിയിൽ നിന്ന് ഒരു അമ്മയും അപ്പനും കൂടി വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ മകൻ ഈശോയുടെ അടുക്കലേക്ക് പോയിക്കൊള്ളട്ടെ. അച്ഛൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിക്കാൻ പറഞ്ഞ 16 വയസ്സുള്ള എൽജോയുടെ മാതാപിതാക്കളെ കുറിച്ചാണ് അച്ഛൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 16 വയസ്സുള്ള മകൻ കഴിഞ്ഞതിന്റെ മുൻപത്തെ തിങ്കളാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായതാണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തലച്ചോറിലെ ഞരമ്പ് പൊട്ടി ബ്ലീഡിംഗ് ഉണ്ട് എന്ന് കാണുകയും ഓപ്പറേഷൻ ചെയ്യുകയും ബ്ലീഡിംഗ് ഉണ്ടായിരുന്ന സ്ഥലത്ത് സ്റ്റെൻഡ് ഇടുകയും ചെയ്തു. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തലച്ചോറിലെ മെഡുല ഒബ്ലോങ്കേറ്റയുടെ ഭാഗത്തുള്ള ഞരമ്പുകൾ പൊട്ടുകയും ബ്ലീഡിങ് ആരംഭിക്കുകയും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്കാവുകയും വെന്റിലേറ്ററിലേക്ക് കുഞ്ഞിനെ മാറ്റുകയും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ നോക്കുമ്പോഴൊക്കെ കുഞ്ഞ് ശ്വാസം കിട്ടാതെ പിടഞ്ഞിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. കുഞ്ഞ് ഇനി എത്ര നാൾ ഇങ്ങനെ കിടക്കുമെന്നറിയുകയില്ല. ഇപ്പോൾ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ 20 ലക്ഷത്തിൽ രൂപയിലധികം ചെലവായി. 1.5 കോടിയെങ്കിലും ഇനി കണ്ടുവച്ചോ എന്നൊക്കെ ഡോക്ടർമാർ പറയേണ്ട ഒരു സാഹചര്യവും കുഞ്ഞിനെ ഇനി ലഭിക്കുകയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ, പ്രിയപ്പെട്ടവരെ, ഒരമ്മയും അപ്പനും കൂടി കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ പറയുകയാണ്, ഈശോയെ, അങ്ങ് തന്ന കുഞ്ഞിനെ അങ്ങെടുത്തോ, ഞങ്ങൾക്ക് പരാതിയില്ല. നീ എന്തുകൊണ്ട് കുഞ്ഞിനെ തിരിച്ചെടുത്തുവെന്ന്, തിരിച്ചു വിളിച്ചുവെന്ന് ഞങ്ങൾ ചോദിക്കുകയില്ല. ഈ കുഞ്ഞിന് ഏറ്റവും നല്ലതായിട്ടുള്ളത് എന്താണെന്ന് അങ്ങ് തീരുമാനിക്കണമേ. ഇതാ ഞങ്ങൾ കുഞ്ഞിനെ അങ്ങേക്ക് വിട്ടുതരുന്നു എന്ന് പറഞ്ഞ് ഒരു 12 മണിക്ക് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 5 മണിക്ക് മുമ്പ് കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ആ കുഞ്ഞിനെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞിന്റെ 16 വയസ്സുള്ള ഒരു മകന്റെ മരണം എങ്ങനെയാണ് കർത്താവിന് നന്ദി പറയാനുള്ളൊരു അവസരമായി മാറുന്നത്? അത് അവസരമായി മാറുന്നത്, പ്രിയപ്പെട്ടവരെ, അത് കർത്താവിന് നന്ദി പറയാനുള്ള സാഹചര്യമായി മാറുന്നത് ദൈവത്തിനറിയാം. ഏറ്റവും നല്ലതേതാണെന്ന് ദൈവത്തിനറിയാം. ദൈവമേ, ജീവൻ നൽകിയവനെ, അമ്മയുടെ ഉദരത്തിൽ, ഈ കുഞ്ഞമ്മയുടെ ഉദരത്തിൽ എങ്ങനെയാണ് ഉരുവായതെന്ന് അപ്പനും അമ്മയും അറിഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്നലെ ഒരു കുടുംബം പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് വേഗം അടുത്ത കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ ചിരിച്ചു, ഇപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ, പെട്ടെന്നൊന്നും വേണ്ട, ഒരു കുട്ടിയുണ്ട്, ശരി എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിച്ചു പോയി. പിറ്റേ ദിവസം, പ്രിയപ്പെട്ടവരെ, അവർ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 2-ാം മാസം കഴിയാൻ പോവാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഉദരത്തില് കുഞ്ഞുള്ളത് 1 മാസം, കുഞ്ഞുണ്ടായിട്ട് 1 മാസമായത് അമ്മ അറിഞ്ഞിട്ടില്ല, ഇല്ലേ? ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോഴാണ്, നിങ്ങൾക്ക് 3-ാം മാസമാണ്, എനിക്കാ. അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെടുന്നതിന് മുമ്പ് കർത്താവ് അറിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുൻപേ നിന്റെ പേരും രൂപവും അവിടെ നിന്നുള്ളം കയ്യിൽ കൊത്തിവെച്ചു. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നീ നിന്റെ ദൈവത്തിന് വിട്ടുകൊടുക്ക്. ആകാശം വിരിച്ചവൻ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തിയവൻ, നിനക്ക് കണ്ണും കാതും തന്നവൻ നിന്റെ കൂടെയുണ്ട്. അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്ക്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ദൈവം നിയന്ത്രിക്കുന്ന ഒരു ജീവിതമായി രൂപപ്പെടുത്തപ്പെടേണ്ടതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തെ എന്താണ് പറഞ്ഞത്? ദൈവം രൂപപ്പെടുത്തണം. അങ്ങനെ ദൈവം രൂപപ്പെടുത്തുന്നതോ ദൈവത്തിന്റെ ഒരാഗ്രഹമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്താണ്? നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ പഠന പരമ്പരയുടെ ആ ട്രാക്ക് ഏതാണ്? നമ്മൾ പറഞ്ഞു യേശുനാമത്തിൽ പ്രാർത്ഥിക്കണം. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു എന്താണ് യേശുനാമത്തിലുള്ള പ്രാർത്ഥന? യേശുനാമത്തിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ പദ്ധതികളോടും ഈശോയുടെ ആഗ്രഹങ്ങളോടും ഈശോയുടെ വികാരങ്ങളോടും ചേർത്ത് വെച്ചുള്ള പ്രാർത്ഥനയാണ് യേശുനാമത്തിലുള്ള പ്രാർത്ഥന. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈശോയുടെ പദ്ധതികളെ കുറിച്ച് പഠിച്ചു, ഈശോയുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയുടെ ആഗ്രഹങ്ങളിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ വിശുദ്ധരായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു എന്ന പഠനഭാഗത്താണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരായിരിക്കേണ്ടത്? കാരണം ദൈവം വിശുദ്ധനാണ്. അച്ഛൻ നിങ്ങളെ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച ഒരു വാക്ക് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന്റെ ഷെയർഡ് ആട്രിബ്യൂട്ട്സ്, അൺഷെയർഡ് ആട്രിബ്യൂട്ട്സ്. ദൈവം നമ്മളുമായി പങ്കുവയ്ക്കുന്ന ഗുണങ്ങൾ, പങ്കുവയ്ക്കാത്ത ഗുണങ്ങൾ. പങ്കുവയ്ക്കാത്ത ഗുണങ്ങൾ ഏതൊക്കെയാണ്? സർവശക്തനാണെന്നുള്ളത്, സർവജ്ഞാനിയാണെന്നുള്ളത്, സർവവ്യാപിയാണെന്നുള്ളത്, സർവശക്തനാണെന്നൊക്കെയുള്ള ആ ഗുണങ്ങൾ ദൈവം പങ്കുവയ്ക്കുന്നില്ല. നമ്മളോട് ദൈവം നീ സർവശക്തനായിരിക്കണമെന്ന് പറയുന്നില്ല, സർവജ്ഞാനിയായിരിക്കണമെന്ന് പറയുന്നില്ല, സർവവ്യാപിയായിരിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ദൈവം നമ്മോട് പറയുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. ഞാൻ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും, ഞാൻ ക്ഷമിക്കുന്നത് പോലെ നിങ്ങളും. ഹല്ലേലൂയ. ഞാൻ ആനന്ദിക്കുന്നത് പോലെ നിങ്ങളും. അതായത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുവിൻ, അത് പിതാവ് നിങ്ങൾക്ക് നൽകും. അങ്ങനെ നിങ്ങളുടെ ആനന്ദം പൂർണ്ണമാവുകയും ചെയ്യും എന്ന് ഈശോ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുള്ളതുപോലെ നിങ്ങളുടെ ഉള്ളിലും ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ടാകണം എന്നതുകൊണ്ടാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ ആരംഭിക്കട്ടെ. ഇത്രയും നേരം തുടങ്ങിയില്ലേ? പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവം പരിശുദ്ധനാണ് എന്ന് നമ്മൾ പഠിച്ച ഒരു കാര്യം. ദൈവം പരിശുദ്ധനാണ് എന്ന് പറഞ്ഞപ്പോൾ ദൈവം മാറ്റി നിർത്തപ്പെട്ടവനാണ്. ദൈവം എല്ലാറ്റിനേക്കാളും ഉപരിയായവനാണ്. ദൈവം വേറൊന്നിന്റെ കൂടെ കലർത്തി വെക്കാവുന്ന ഒരാളല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ദേവതമാരുണ്ടാകും, പല ദേവന്മാരുണ്ടാകും. അവരുടെ ഇടയിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും വയ്ക്കേണ്ട ഒരാളല്ല കർത്താവ്. അവൻ ഉപരിയായവനാണ്. അവൻ ഇന്നലെയും ഇന്നും ഒരാൾ തന്നെയാണ്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്. വേറെ ഒന്നിനോടും ചേർത്ത് വയ്ക്കാൻ, തുലനം ചെയ്യാൻ പറ്റാത്തവനാണ്. അതുകൊണ്ടാണ് അവനെ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമ്മളിതാ നമ്മുടെ പരിശുദ്ധിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചു തുടങ്ങുകയാണ്. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. എല്ലാവരും എടുക്കുക. 1 തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. മൊബൈൽ ഫോൺ ഉള്ളവർക്ക് മൊബൈൽ ഫോണിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അത് നോക്കിയിരിക്കാവുന്നതാണ്. കയ്യിൽ ബൈബിൾ ഉള്ളവർക്ക് അത് തുറന്ന് എടുത്ത് പിടിക്കാവുന്നതാണ്. വായിക്കാം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളുടെ
വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്തിനെ കുറിച്ചാണ്? ദൈവത്തിന്റെ ആഗ്രഹത്തെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹത്തെ നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? ആ ആഗ്രഹം ഞാൻ അറിഞ്ഞിട്ട് അത് ഏറ്റെടുക്കണം. ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തറിയണം? ദൈവത്തിന്റെ ആഗ്രഹം അറിയണം. കൊച്ചിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് ചാച്ചൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. ഭാര്യയോട്, എടി നിനക്ക് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് ഭർത്താവ് പറയാനിടവരരുത്, അല്ലേ? അയ്യോ ചേട്ടൻ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് 50 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ചേച്ചി പറയുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആഗ്രഹമാണ് നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. എന്താണ് ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അച്ഛൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് വരുന്നതിൻ്റെ ഒരു റൂട്ടാണ്. നമ്മൾ ഈ കണ്ണട ഉപയോഗിക്കുന്നവരൊന്ന് കൈവയ്ക്കേ. കണ്ണട ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും? ഒരു തുണിയില്ലേ കണ്ണടയുടെ ബോക്സിൽ, അത് വെച്ച് നമ്മൾ അതെന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അതിലുള്ള സിസ്റ്ററെ, കണ്ണട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കൊന്നും കാണാറുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ട്? അതിലുള്ള പൊടി കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ പൊടി ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? കാഴ്ച ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ തന്നെ ക്ലിയർ അല്ല, അതുകൊണ്ടാണ് കണ്ണട വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കണ്ണടയിലും പൊടി പിടിച്ചാൽ എന്ത് പറ്റും? ക്ലിയർ ആവില്ല. അപ്പൊ നമ്മൾ ഇതെടുത്തിട്ട് തുടക്കും, അല്ലേ? തുടച്ചു കഴിയുമ്പോൾ കണ്ണട എന്താവും? ക്ലിയർ ആവും. ആ വാക്കാണ് ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. വിശുദ്ധീകരിക്കുകയാണ്. ഹല്ലേലൂയ. നേഴ്സുമാരൊന്ന് കൈവക്കി. ആരെങ്കിലും എപ്പോഴെങ്കിലും ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുള്ളവരൊന്ന് കൈവക്കി. ഇപ്പൊ എല്ലാവർക്കും പുതിയ പുതിയ സിറിഞ്ചാണ്, അല്ലേ? പണ്ട് ഒരേ സിറിഞ്ച് തന്നെ വേറെ ഉള്ളവർക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുമായിരുന്നു? പച്ചവെള്ളത്തിലാണോ ഇടുന്നത്? ചൂടുവെള്ളത്തിൽ. അച്ഛൻ ഒറീസയിലായിരുന്നപ്പോൾ ഒരു ചേട്ടൻ ഒരാൾക്ക് കുത്തി വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം അതിനകത്ത് മുക്കിയിട്ടൊരു ഒറ്റ കുടച്ചിൽ, എന്നിട്ട് ഒറ്റ കുത്ത്. ഷർട്ട് പൊക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ഷർട്ടൊന്നും പൊക്കി സമയം കളയണ്ട. എന്താ അസുഖം? മലേറിയ. ശരി അല്ലേ സിസ്റ്ററെ? അപ്പൊ നമുക്ക് ഇല്ലാത്ത ഒരു രോഗമായിട്ട് പോകും, പല രോഗമായിട്ട് തിരിച്ചു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ സ്റ്റെറിലൈസേഷനെ ഒരു സാങ്ക്ടിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ആത്മാവിൽ എന്ത് പിടിച്ചിട്ടുണ്ട്? അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ജീവിച്ച് 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 നമ്മുടെ ആത്മാവിൽ എന്ത് പിടിച്ചിട്ടുണ്ട്? അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഈ അഴുക്ക് പിടിച്ചതിനെ മാറ്റുന്നതിൻ്റെ പേരാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകളിൽ പലതും കണ്ട് കണ്ണുകൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അഴുക്ക് പിടിച്ചിട്ടുണ്ട്. പലതും കേട്ട് കാതുകൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അഴുക്ക് പിടിച്ച നമ്മുടെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കാനുള്ള ജലമാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുജലവും കഴുകി വിശുദ്ധീകരിക്കാനുള്ള രക്തമാണ് ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന രക്തവും എന്ന ബോധ്യത്തോടെ കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോ എന്തിനു വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്? നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ കുരിശിൽ മരിച്ചത് നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഇനി തുടർന്ന് വായിച്ചേ. അപ്പോൾ എന്താണ് ഈ വിശുദ്ധീകരണം? തുടർന്ന് എഴുതിയിരിക്കുകയാണ്, വായിച്ചോ.
അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ഇമ്മോറൽ ലൈഫിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ഹല്ലേലൂയ. എന്താണ് ഈ അസന്മാർഗികത എന്ന് പറഞ്ഞാൽ? വായിച്ചോ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടതെങ്ങനെയെന്ന് അറിയണം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അസന്മാർഗികത എന്ന് പറഞ്ഞാൽ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കാത്ത ജീവിത രീതിയെയാണ് അസന്മാർഗികത എന്ന് പറയുന്നത്. അച്ഛൻ സ്നേഹപൂർവം ആവർത്തിക്കട്ടെ. അസന്മാർഗികത എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കാത്ത അവസ്ഥയെയാണ് എന്തെന്ന് പറയുന്നത്? അസന്മാർഗികത, ഇമ്മൊറാലിറ്റി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് ഒരു മാന്യതയില്ലാത്ത വസ്ത്ര രീതി മുതൽ മുകളിലേക്ക്, മാന്യതയില്ലാത്ത, സമൂഹത്തിന് ചേരാത്ത, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ രീതിക്ക് നിരക്കാത്ത വസ്ത്രരീതി മുതൽ പിന്നെ മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. അതൊരു ദാമ്പത്യ അവിശ്വസ്തതയുടെ മേഖലയാകാം, വിവാഹത്തിന് മുമ്പുള്ള പലതരത്തിലുള്ള ശാരീരിക ഒരുമിച്ചുള്ള ജീവിത രീതികളാകാം, മൊബൈൽ ഫോണിൽ പ്രോണോഗ്രാഫി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാകാം, സ്വയംഭോഗത്തിൻ്റെ മേഖലകളാകാം, സ്വവർഗഭോഗത്തിൻ്റെ മേഖലകളാകാം, മൊബൈൽ ഫോണിൽ വീഡിയോ കോൾ ചെയ്ത് കാമുകനുമായി ഒരു സെക്സ് ചെയ്യുന്ന ഒരവസ്ഥയാകാം. അങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ സ്വന്തം ശരീരത്തെ മാന്യതയില്ലാതെ, വിശുദ്ധിയില്ലാതെ നീ കൊണ്ടു നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഏത് സാഹചര്യത്തിലുമാകാം. ഒരു 65 വയസ്സുള്ള ഒരു സഹോദരൻ അച്ഛനോട് പങ്കുവെച്ച ഒരു കാര്യം അച്ഛന് ഷോക്കിംഗ് ആയിരുന്നു. ഒരു 10 വർഷം മുമ്പാണ്. ഇദ്ദേഹം പറയുകയാണ്, അച്ഛ, എനിക്ക് ഒരു വൈകൃതമുണ്ട്. എന്താണ് ആ വൈകൃതം? എനിക്ക് ഒരു സ്വവർഗഭോഗത്തിൻ്റെ അഡിക്ഷൻ ഉണ്ടെന്ന്. വയസ്സ് 65. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 70 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു സഹോദരി പറയുകയാണ്, 70 വയസ്സ് കഴിഞ്ഞ എനിക്ക് സ്വയംഭോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ശരീരത്തിൻ്റെ മാന്യതയും ശരീരത്തിൻ്റെ വിശുദ്ധിയും നിയന്ത്രിക്കാൻ, അതിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഈശോ നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഈ ആഗ്രഹത്തിന്, അസന്മാർഗികതയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം പ്രസക്തമാണ്. ക്രിസ്ത്യാനിറ്റി ആരംഭിച്ച കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളായി മാറിയവരുടെ വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്രകാരം ഇമ്മോറൽ ലൈഫ് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ദേശത്തെക്കുറിച്ച്, കൊറിന്തോസ് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ തന്നെ 1000 വേശ്യകൾ ഉണ്ടായിരുന്നു എന്നാണ്. പൗലോസ് കൊറിന്തോസിൽ ഇരുന്നു കൊണ്ടാണ് തെസ്സലോന്യക്കാർക്ക് എഴുതിയുള്ള ഈ ലേഖനം AD 51 എഴുതുന്നത്. AD 51 ഈ ലേഖനം എഴുതുമ്പോൾ എവിടെ ഇരുന്നു കൊണ്ടാണോ ഈ ലേഖനം എഴുതുന്നത്, അവിടെ 1000 പ്രൊഫഷണൽ ലൈസൻസ് ഉള്ള വേശ്യകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം ഇമ്മോറൽ, അതായത് ചില ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു വ്യഭിചാരം ചെയ്യണം. ക്ഷേത്രത്തിൽ പ്രൊഫഷണലായിട്ടുള്ള പുരോഹിതന്മാർ, അവരുമായി വ്യഭിചാരം ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന തെറ്റിദ്ധാരണകൾ, അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളും നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ പൗലോസ്
എഴുതുകയാണ്. അതും മറ്റൊരു പട്ടണമാണ്. ഇതുപോലെ തന്നെ വ്യഭിചാരത്തിന്റെ ദുർഭൂതങ്ങൾ കുടികൊള്ളുകയും അതിനെ ന്യായീകരിക്കുകയും അതാണ് ശരിയെന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ എഴുതുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നിന്റെ മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ഒരു സെക്സ് ചാറ്റ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ മൊബൈൽ ഫോണിൽ, അച്ഛൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് കിടക്കുന്നുണ്ട്. അച്ഛൻ അത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു മകൾ എഴുതിയിരിക്കുകയാണ്, എനിക്ക് 1.5 വർഷമായി ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല, ഇപ്പം എന്താ, പക്ഷേ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് വന്നു. എന്താണ്? എനിക്ക് ഈ ആളുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വേറൊരാളുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. ഇപ്പൊ എന്തു പറ്റി? ഇപ്പോ മറ്റവൻ ആദ്യത്തെ നമ്പർ എ നമ്പർ ബി അങ്ങനെ പറയാം. അതിപ്പോ അപ്പൊ അല്ലെങ്കിൽ എക്സും വൈ എന്നും പറയും. എ എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. എക്സും വൈ, എയും ബിയും വേണ്ട, എക്സും വൈയും പറയാം. അപ്പോൾ നമ്പർ എക്സ് ഇപ്പോൾ അറിഞ്ഞു എനിക്ക് വൈയുമായി ബന്ധമുണ്ടായിരുന്നെന്ന്, അല്ലേ? അപ്പോൾ എന്തു പറ്റി? ഇപ്പോൾ എ എന്നെ വിട്ടുപോയി, എ ഉടക്കി. ഇപ്പം എന്തു വേണം? എനിക്ക് എക്സ് തിരിച്ചു വരാൻ വേണ്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രതിസന്ധി തന്നെയാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഏറ്റവും അവസാനം, അച്ഛാ എനിക്ക് നാളെയും മറ്റന്നാളും പരീക്ഷയാണ്, പരീക്ഷയിൽ ജയിക്കാൻ പ്രാർത്ഥിക്കണം. അത് വായിച്ചപ്പോൾ അച്ഛൻ ശരിക്ക് ചിരിച്ചു. അച്ഛന് കിട്ടുന്ന മെസ്സേജുകളിൽ അച്ഛനൊരു 25% മാത്രമാണ് ഇപ്പോൾ നോക്കാൻ പറ്റാറുള്ളൂ. 2-3 എണ്ണം നോക്കി കഴിയുമ്പോൾ അച്ഛൻ മതിയാക്കും. അപ്പോൾ അച്ഛൻ വിചാരിച്ചു, ഇന്നത്തെ ഈ വചന വിചിന്തനവുമായി ബന്ധപ്പെട്ടൊരു സന്ദേശമാണല്ലോ കൊച്ച് അയച്ചിരിക്കുന്നതെന്ന് എടുത്തു വെച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധീകരണമാണ് അസന്മാർഗികത. ഇതാണ് ഇത് കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ളതാണെങ്കിൽ, കല്യാണം കഴിച്ചിരിക്കുന്നവരുടെ മെസ്സേജുകൾ അച്ഛൻ വായിക്കുന്നില്ല. അവർ മെസ്സേജുകളായിട്ട് വരുമ്പോൾ അച്ഛൻ പറയും, അച്ഛന് കേൾക്കണ്ട, കാര്യം പറഞ്ഞാൽ മതി. അച്ഛ ഈ വോയിസ് മെസ്സേജ് ഒന്ന് കേട്ടു നോക്ക്. അച്ഛൻ ഒരു വോയിസ് മെസ്സേജ് കേട്ടു. കാരണം ഒരു ചേട്ടൻ വന്നിട്ട്, ഒരു സഹോദരൻ വന്നിട്ടാണ് ഭാര്യയുടെ മെസ്സേജ് കൊണ്ടുവന്ന് കേൾപ്പിക്കുന്നത്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: എൻ്റെ ചേട്ടായി ശരിയായിട്ടല്ല ജീവിക്കുന്നത്, അയാളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാൻ എന്നെ സഹായിക്കണം. അപ്പോൾ തിരിച്ച് അയാളെ എങ്ങനെയെങ്കിലും നീ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അയാൾക്കിട്ടൊരു പണി കൊടുക്കാം എന്ന് പറയുന്ന 2 മെസ്സേജുകൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ കഴിഞ്ഞ ആഴ്ച കോട്ടഗിരിയിലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു കഥയായിരിക്കാം. ഒരു സഹോദരി, 35 വയസ്സുള്ള സഹോദരി, ഭർത്താവ് മരിച്ചു, ഒരു മകളുണ്ട്. വിദേശത്ത് ജോലിക്ക് ചെന്നപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. 47 വയസ്സുള്ള സഹോദരനാണ്, നാട്ടിൽ ഭാര്യയും മക്കളുമൊക്കെയുള്ള സഹോദരനാണ്. പക്ഷേ ഈ സഹോദരിക്ക്, ഭർത്താവ് മരിച്ച് വിദേശത്ത് ജോലിക്ക് വന്നിരിക്കുന്ന സഹോദരിക്ക് അയാൾ അഭയം നൽകി അവസാനം അതൊരു തെറ്റായ ജീവിത രീതിയിലേക്ക് മാറുകയും അയാൾ അവളെ ഉപദ്രവിക്കുകയും അവൾ അത് വിളിച്ച് വീട്ടിൽ പറയുകയും ഒക്കെ ചെയ്തു. അവർ നല്ല സുഹൃത്തുക്കളും ലോഹ്യത്തിലുമൊക്കെ ആയിരുന്നു. 2 പേരും ഒരു അവിശ്വസ്തതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ചേട്ടൻ ഇയാളെ കോയമ്പത്തൂർ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ
ഈ നേരത്തെ പറഞ്ഞ സഹോദരിയുടെ വീട്ടുകാർ ചെന്ന് സ്നേഹപൂർവ്വം സ്വീകരിച്ചു. തൻ്റെ കാമുകിയുടെ കുടുംബക്കാരാണല്ലോ എന്ന് കരുതി അവരുടെ കൂടെ അയാൾ പോയി കോഴിയിറച്ചിയിൽ. പ്രിയപ്പെട്ടവരെ, ഐസ്ക്രീം മാത്രം സൂക്ഷിച്ചാൽ പോരാ. ഇത് കേട്ടായിരുന്നു നിങ്ങൾ? ഇല്ലല്ലോ. ഇത് കോയമ്പത്തൂർ വഴിയുള്ളൊരു കഥയാണ്. കോഴിയിറച്ചിയിൽ 30 ഉറക്ക ഗുളിക കലർത്തി കോഴിയിറച്ചി കൊടുത്തു. ഈ ചേട്ടൻ കോഴിയിറച്ചി നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് വെട്ടി അങ്ങോട്ട് അടിച്ചു. 30 ഉറക്ക ഗുളികയാണ് കഴിച്ച് അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ ഇവളുടെ അമ്മാവൻ, പേരൊക്കെ ഉണ്ട് പത്രത്തിൽ, പേര് പറയണോ? ത്യാഗരാജൻ. ഈ മറ്റേ ആ ചേച്ചിയുടെ പേരില്ലേ, വിദേശത്ത് പോയ ചേച്ചിയുടെ പേര് പറയണോ? ശാരദ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ത്യാഗരാജൻ ഈ ചേട്ടനെ ചവിട്ടിക്കൂട്ടി കൊന്നു. എന്നിട്ട് ഒരു ഫോറസ്റ്റിൽ കൊണ്ടുപോയി ഇട്ടു. അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ആൾക്കാരും അന്വേഷിച്ച് വരാനില്ല. അദ്ദേഹത്തെ പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭാര്യയും മക്കളും ഞങ്ങളുടെ ചേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞ്, അപ്പച്ചനെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അവസാനം ഇപ്പോൾ ഈ കുഴിച്ചിട്ട മൃതശരീരം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണ്. ഇവരെയൊക്കെ പിടിച്ച് ശാരദയും ത്യാഗരാജനും ഒക്കെ ഇപ്പോൾ എവിടെ കിടക്കുന്നുണ്ട്? ജയിലിൽ കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപകരമായ ചില ജീവിത രീതികളും പാപകരമായ ചില ചിന്തകളും പ്രവർത്തികളും ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ ഒരാൾക്ക് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു, അയാളുടെ ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവിന് നഷ്ടപ്പെട്ടു, അയാളുടെ മക്കൾക്ക് അയാളുടെ അപ്പന് നഷ്ടപ്പെട്ടു. ഇവിടെ മറ്റൊരിടത്ത് സ്വതന്ത്രമായ ജീവിതം നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ഈ തകർച്ച മുഴുവൻ ഉണ്ടായത്? ശരീരത്തെ മാന്യതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കാതിരുന്നത് മൂലം എല്ലായിടത്തും കണ്ണുനീരുകൾ മാത്രം, സങ്കടങ്ങൾ മാത്രം, വേദനകൾ മാത്രം, അപമാനങ്ങൾ മാത്രം, ദുരിതങ്ങൾ മാത്രം ബാക്കിയായി. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം നമ്മോട് പറയുകയാണ്, അസന്മാർഗികതയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടതെങ്ങനെയെന്ന് അറിയണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, തുടർന്ന് വായിച്ചേ, ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ, അതായത് ക്രിസ്തുവിനെ അറിയാത്ത വിജാതീയര്. പൗലോസിന്റെ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിനെ അറിയാത്ത വിജാതീയര് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? 1000 പ്രൊഫഷണൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സുമായി വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ ആര് പ്രതികാരം ചെയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ ആര് പ്രതികാരം ചെയ്യും? കർത്താവ് പ്രതികാരം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അശുദ്ധിയിലേക്കല്ല
വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് എഴുതിയിരിക്കുകയാണ്, ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. ഹല്ലേലൂയ. അതായത് ശരീരത്തിൻ്റെ മാന്യത, ശരീരത്തിൻ്റെ വിശുദ്ധി അവഗണിക്കുന്നവൻ. ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ അയാൾ ശരിക്കും അവഗണിച്ചത് ഭാര്യയെ എന്നതിനേക്കാൾ ആരെയാണ്? പരിശുദ്ധാത്മാവിനെയാണ് അവഗണിച്ചത്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെ അല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. ഹല്ലേലൂയ. ഒരു മുറി അടച്ചിട്ടിട്ട് നമ്മൾ മൊബൈൽ ഫോണിൽ സെക്സ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മോശമായി വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെയാണ് അവഗണിച്ചത്? അപ്പനെയല്ല അവഗണിച്ചത്, അമ്മയെയല്ല അവഗണിച്ചത് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ ദൈവത്തോടുള്ള അവഗണനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം ദൈവത്തെ അവഗണിക്കുന്നവളോട് ആര് പ്രതികാരം ചെയ്യും? ദൈവം പ്രതികാരം ചെയ്യും. അപ്പോൾ നമ്മളോട് പ്രതികാരം ആര് ചെയ്യും? അച്ഛനോട് ആരായിരിക്കും പ്രതികാരം ചെയ്യുന്നത്? BJP-ക്കാരായിരിക്കുകയില്ല. അച്ഛനോട് പ്രതികാരം ചെയ്യാൻ അല്ലേ നമ്മളിപ്പോൾ പത്രത്തിൽ വായിക്കുന്നത്? അവര് പാകിസ്ഥാൻകാരായിരിക്കുകയില്ല പ്രതികാരം ചെയ്യാൻ വരുന്നത് ആരായിരിക്കും? കർത്താവ് പ്രതികാരം ചെയ്യും. അപ്പൊ നമ്മൾ ഇനി അച്ഛൻ ഇനി എന്ത് ചെയ്യും? നമ്മൾ ഇനി എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയെക്കുറിച്ച് അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞത്, ഇത് നമ്മളെ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുള്ളൊരു വചനവിചിന്തനമല്ല. നമുക്കെല്ലാവർക്കും വരുന്ന ഒരപകടമാണ്. നമ്മളോട് ആര് പ്രതികാരം ചെയ്യും? അല്ലേ, ഒരു കാമുകനെ പറ്റിച്ച് വേറൊരു കാമുകന്റെ കൂടെ പോകുന്നവളോട് ആര് പ്രതികാരം ചെയ്യും? ഒരു കാമുകിയെ പറ്റിച്ച് വേറൊരു കാമുകിയുടെ കൂടെ പോകുന്നവനോട് ആര് പ്രതികാരം ചെയ്യും? അപ്പൊ നമ്മളോട് അല്ലെങ്കിൽ പലതരത്തിൽ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ശരീരത്തിൻ്റെ വിശുദ്ധിക്കെതിരെ പ്രവർത്തിക്കുന്നവൻ ആരെയാണ് അവഗണിക്കുന്നത്? കർത്താവിനെയാണ് അവഗണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത്, ആദ്യം നമ്മൾ പറഞ്ഞു, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ നിങ്ങൾക്ക് തെറ്റുപറ്റുകയോ മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയോ ചെയ്യരുത് എന്ന്, അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെയോ സഹോദരിയെയോ വഞ്ചിക്കുകയോ അരുത്. ഹല്ലേലൂയ. എങ്ങനെയാണ് സഹോദരനെയോ സഹോദരിയെയോ വഞ്ചിക്കുന്നത്? നമ്മൾ പറയുകയാണ്, ഇതൊന്നും കുഴപ്പമില്ല എന്നേ, ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇതൊന്നും തെറ്റല്ല എന്നും ഇതൊക്കെ നോർമലാണെന്നും അല്ലെങ്കിൽ പറഞ്ഞ് ഇതാണ് ശരി എന്നും
പറഞ്ഞ് പിടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് വഴിപിഴപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഒരാളോട് പറയാണ്, എടി നീ ഇന്ന് പോര് അല്ലേ. ഒരു മകള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്ക് കാലത്ത് അമ്മ പഠിക്കാൻ വേണ്ടിയിട്ട് 4 മണിക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് മകളുടെ മുറിയിൽ ചെന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, മകളുടെ മുറിയിൽ മകള് മാത്രമല്ല കിടക്കുന്നത്, അവളുടെ തലേദിവസം അവളുടെ കാമുകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവൻ രാത്രി വന്നപ്പോൾ മുറി തുറന്നു കൊടുത്തു. 2 പേരും കൂടി കിടന്നു. 4 മണിക്ക് എഴുന്നേറ്റ് പോകാൻ മറന്നുപോയി. എഴുന്നേറ്റില്ല. കുറച്ച് ഇരിക്കാൻ വേണ്ടി അച്ഛൻ പറയുകയല്ല, കരയാൻ വേണ്ടി പറയാണ്. അമ്മ മകളെ മുറിയിൽ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ മകള് മാത്രമല്ല മുറിയിലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ എറണാകുളം ജില്ലയിലെ കഥയല്ല പറഞ്ഞത്, കണ്ണൂർ ജില്ലയിലെ കഥയാണ്. പഞ്ചായത്ത് പായോ ആറളോ അയ്യങ്കുന്നോ 3 ആയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചു നേരം കിടന്നിട്ട് പോവാന്ന് വിചാരിച്ചാണ്, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഒരമ്മയുടെ ദുരവസ്ഥ ഇത് കാണേണ്ടി വന്ന ഒരമ്മയുടെയും അപ്പൻ്റെയും ഹൃദയം. അമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ല, അപ്പനാണ് ഹാർട്ട് അറ്റാക്ക് വന്നത്. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വരുന്നത് വഴിപിഴപ്പിക്കുകയാണ്. പറയുകയാണ്, നീ അത് മുറിയൊന്ന് വാതിലൊന്ന് തുറന്നു തന്നാൽ മതി, അതൊന്നും തെറ്റല്ല. അതാണ് വഴിപിഴപ്പിക്കുന്നത്, അങ്ങനെയാ. അതൊന്നും തെറ്റല്ല. ഇതൊന്നും നീ കഞ്ചാവ് ഉപയോഗിച്ചോ, അതൊന്നും തെറ്റല്ല. നീ കള്ളു കുടിച്ചോ, ഇതൊന്നും തെറ്റല്ല. ജോസഫ് അച്ഛൻ ഇന്നത്തെ പ്രഭാഷണത്തിൽ ആദ്യത്തിൽ പറഞ്ഞില്ലേ, നിന്റെ കർത്താവിനെ ആരാണ് കട്ടുകൊണ്ടുപോയത്? നിന്റെ ദൈവ സാന്നിധ്യത്തെ ആരാണ് മോഷ്ടിച്ചെടുത്തത്? നിന്റെ വിശുദ്ധിയെ ആരാണ് കവർന്നെടുത്തത്? എൻ്റെ കർത്താവിനെ അവർ കട്ടുകൊണ്ടുപോയി. എൻ്റെ ഉള്ളിലുള്ള വിശുദ്ധി, നിന്റെ വിശ്വാസ ചൈതന്യത്തെ. അച്ഛൻ കഴിഞ്ഞ ആഴ്ച പോയ സ്ഥലത്ത്, അത് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ കുറച്ച് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്, ക്രിസ്ത്യാനികളാണ്. അവരിൽ 2 പേര് വന്നിട്ട് പറഞ്ഞു, വൈകുന്നേരം 6 മണിയായപ്പോൾ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ ഇന്ന് ആരും കുർബാന കൂടിയിട്ടില്ല, കുർബാന ചൊല്ലിത്തരണം. അച്ഛന് സന്തോഷം. അച്ഛൻ പറഞ്ഞു, കുർബാന ചൊല്ലിത്തരാം. ഒരു കാര്യം ചെയ്യ്, വന്നിട്ടുള്ളവരെല്ലാവരും വീട്ടുകാരല്ലേ, എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോവാം, ഭർത്താവിനെയും മക്കളെയൊക്കെ. അച്ഛ അവരൊക്കെ കറങ്ങാൻ പോയി, ഞങ്ങൾക്ക് 2 പേര് മാത്രമേ, വല്യമ്മമാർ 2 പേര് മാത്രം. അപ്പോൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, കുർബാന കണ്ടിട്ടില്ല എന്ന് ഇവിടെ ഉണ്ടാവും. അച്ഛൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോവാ. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരാനൊന്നും പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ. അവര് പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. തീ കൂട്ടിയിട്ട്, ഞായറാഴ്ച കുർബാനയൊന്നും കണ്ടിട്ടില്ല, അവര് തീ കൂട്ടിയിട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. മാനസമയിലേ വരൂ, മധുരം കിള്ളിയല്ല നുള്ളി അല്ലേ, ഏതോ പൂവാടിയിൽ ഹല്ലേലൂയ. ഞായറാഴ്ച കുർബാനക്ക് പോയിട്ടില്ല, എന്നിട്ട് മധുരം നുള്ളിത്തരൂ എന്ന് തീ നോക്കിയിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വചനം കൂടെ പറയട്ടെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളാ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും
തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നത്, ദൈവം നമ്മോട് സംസാരിക്കുന്നത്, ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ പരിശുദ്ധിയിൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഏത് ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന ഒരവസ്ഥയിലുമായിരിക്കാം. ഇന്ന് നമ്മുടെ ആത്മാവ് ഒരു ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന കുഞ്ഞാടിന്റെ പോലെ ആയിരിക്കാം. ഇന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, അച്ഛൻ കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും ഒരു പാപത്തിന്റെ അവസ്ഥയിലായിരിക്കാം. കർത്താവിനതറിയാം. നമ്മൾ പാപികളാണെന്ന്, നമ്മൾ ബലഹീനരാണെന്ന്, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും തിന്മയിലേക്ക് വഴുതിപ്പോകുന്ന കുറവുകളുള്ളവരാണെന്ന്, പാവപ്പെട്ടവരാണെന്ന്, ബലഹീനരാണെന്ന് ആർക്കറിയാം? കർത്താവിനറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച നന്മയല്ല, ചെയ്യരുതെന്ന് വിചാരിച്ച തിന്മകളാണ് നമ്മൾ ചെയ്തു പോകുന്നതെന്ന് ആർക്കറിയാം? കർത്താവിനറിയാം. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മെ പരിശീലിപ്പിക്കുന്നു. എങ്ങനെ പരിശീലിപ്പിക്കുന്നു? വചനത്തിലൂടെ പരിശീലിപ്പിക്കുന്നു, കൂദാശകളിലൂടെ പരിശീലിപ്പിക്കുന്നു, ചില ജീവിത സാഹചര്യങ്ങളിലൂടെ പരിശീലിപ്പിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലൂടെ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എന്തിനു വേണ്ടിയാണ് നമ്മെ പരിശീലിപ്പിക്കുന്നത്? അത് നമ്മുടെ നന്മയ്ക്കും. ദൈവം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇല്ലേ? ഒരമ്മ മകളോട് പറയുകയാണ്, മോളെ നീ ആ ഫോണൊന്ന് എടുത്ത് മാറ്റി വെക്കും. കഴിഞ്ഞ ദിവസം ഒരപ്പം വന്നിട്ട് പറഞ്ഞു, അച്ഛാ കൊച്ചിൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരാഴ്ചയായി. ഒരാഴ്ച കഴിയുമ്പോൾ തരാമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അച്ഛൻ ഉണ്ടായിരുന്നില്ല. സന്തോഷമായി. അപ്പോൾ ഒരാഴ്ച പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ് ഫോൺ ഇവിടെ വെച്ചത്. അച്ഛൻ ഇല്ലായിരുന്നുകൊണ്ട് 2 ആഴ്ചത്തെ ട്രെയിനിങ് കിട്ടി. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ നേരത്തെ ഇന്നൊരു സാക്ഷ്യം വായിച്ചതുപോലെ അപ്പനും അമ്മയും മകളോട് പറഞ്ഞു, മോളെ ആ ബന്ധം നമുക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മകളുടെ നമ്പർ 1 ശത്രുക്കൾ ആരായിട്ട് മാറി? അപ്പനും അമ്മയുമായിട്ട് മാറി. അതിനുശേഷം കൊച്ചിനെയും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ മോളെ അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്പർ 1 ശത്രു ആരായിട്ട് മാറി? എന്തൊരു സന്തോഷം. അപ്പോൾ നിങ്ങളുടെ എനിമി നമ്പർ 1 ആര്? റാപ്സനച്ച. ഹല്ലേലൂയ. പല കൊച്ചുങ്ങളുടെയും നമ്പർ 1 ശത്രു ആരാണെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശത്രുക്കൾക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മൾ അതറിയുന്നില്ല. നമ്മൾ തൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ.
അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്, എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനി സിസ്റ്ററിനെ നിങ്ങൾക്കറിയാം അല്ലേ? ആനി സിസ്റ്ററിൻ്റെ ഈ കാലിൻ്റെ ഇവിടെ ഇപ്പോഴും ഒരു പാട് കിടക്കുന്നുണ്ട്. ഇടക്കിടക്ക് ആനി സിസ്റ്റർ അത് പറയും, അമ്മിച്ചി ഒരടി കൊടുത്തതാണ്. ആനി സിസ്റ്ററിന് ഇപ്പം 60 വയസ്സ് കഴിഞ്ഞു. 6 വയസ്സുള്ളപ്പോൾ കൊടുത്തടിയാണ്, പാടിപ്പോഴും കിടക്കാണ്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ ശിക്ഷണവും സന്തോഷജനകമാണോ? ആണോ? അച്ഛൻ ഈ പറയുന്നത് ഇപ്പൊ കേൾക്കുമ്പോൾ വല്ല സന്തോഷമുണ്ടോ? ഇല്ല. പുറമേ ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ ഒരു അല്ലേ, അച്ഛനും പറയുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു അല്ലേ അല്ലേ ഹല്ലേലൂയ. അപ്പോൾ എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ എന്താണ്? വേദനാജനകമാണ്. പക്ഷേ അത് തൽക്കാലത്തേക്ക് വേദനാജനകമാണെങ്കിലും പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അടുത്ത ആഴ്ച അച്ഛൻ നിങ്ങളോട് ഹാപ്പിനെസ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയിൽ ജീവിക്കുന്നതിൻ്റെ സന്തോഷത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ചില തിന്മകൾ നിന്നിൽ നിന്ന് പിടിച്ചു മാറ്റപ്പെട്ടപ്പോൾ, വേണ്ട എന്ന് വെച്ചപ്പോൾ, അത് വേണ്ട എന്ന് വെക്കാൻ പറഞ്ഞപ്പോൾ അത് നിനക്ക് വേദനാജനകമായി. പക്ഷേ പിന്നീട് നിനക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത്, ഒരു തിന്മ ഉപേക്ഷിക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത്, ഒരു തെറ്റായ പ്രണയബന്ധം വേണ്ട എന്ന് വയ്ക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത് നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബാംഗങ്ങൾക്കും സന്തോഷിക്കാൻ കർത്താവ് വരുത്തും. അതിനെയാണ് ഹാപ്പിനെസ് ഓഫ് ഹോളിനെസ് എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നിന്റെ ജീവിതത്തിന്റെ ഒടുവിൽ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ സന്തോഷിക്കാൻ പോകുന്നത് ഒരു കാര്യം ഇതാണ്: പാപത്തിൽ വീഴാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കർത്താവേ, ഞാൻ പാപം ചെയ്യാതെ നിലനിന്നുവല്ലോ എന്നോർക്കുമ്പോ നിനക്കത് മരണം വരെ സന്തോഷിക്കാനുള്ള ഒരു കാരണമായിരിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നിനക്ക് മരണം വരെ ദുഃഖിക്കാനുള്ളൊരു കാരണം എന്തായിരിക്കും എന്നറിയാവോ? ഈശോയെ, എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ വിശുദ്ധിയിൽ ജീവിക്കാതെ പാപം ചെയ്തു പോയല്ലോ എന്നൊരു സാഹചര്യമുണ്ടായാൽ അത് പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ വേദനയും മുറിവുമായി അവശേഷിക്കും. 75 വയസ്സുള്ള ഒരമ്മ ലിവറിന് ക്യാൻസർ ബാധിച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് MVR ഹോസ്പിറ്റലിൽ നിന്ന് ഇനി പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് മടക്കി വിട്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്ന ഒരമ്മയാണ്. ഈ അമ്മയുമായി വ്യക്തിപരമായി ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ഈ അമ്മ പറയുന്നത്, 75-ാമത്തെ വയസ്സിൽ ഈ അമ്മ പറയുന്നത്, 35-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹത്തിന് ശേഷം 2 കുട്ടികൾ എനിക്കുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി എന്നൊരു വേദന. 35-ൽ നിന്ന് 75-ആയപ്പോൾ 40 വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിലും ഈ 40 വർഷങ്ങൾ ഈ അമ്മയുടെ ഉള്ളിൽ ലിവറിൽ കിടന്ന് ഒരു ക്യാൻസർ പോലെ പടരുന്നത്, പിടയ്ക്കുന്നത് വന്നുപോയ ഒരു പാപവും ഒരു തെറ്റുമാണ്, ഒരു കുറ്റബോധമാണ്. ആ കുറ്റബോധത്തെ എടുത്തു കളയേണ്ടത് തന്നെയാണ്. എങ്കിലും അച്ഛൻ പറയട്ടെ, വിശുദ്ധിയിൽ ജീവിക്കാൻ നിനക്ക് സാഹചര്യമുണ്ടായിട്ടും നീ തിന്മയിൽ ജീവിച്ചു പോയത് അതൊരു മുറിവായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നിനക്ക് ആനന്ദം തരുന്നൊരു കാര്യം, ഹൃദയത്തിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സിനിമ കാണണമെന്നൊന്നുമില്ല, TV കാണണമെന്നില്ല, നല്ല ഭക്ഷണം കഴിക്കണമെന്നില്ല. നീ കണ്ണടച്ചൊന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ പാപത്തിൽ വീണുപോയേക്കാമായിരുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവെ, അതിൽ വീണുപോകാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത് നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് സന്തോഷിക്കാൻ കഴിയും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ ഈശോ പറയുന്നത്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റുപറ്റുകയോ മറ്റുള്ളവരെ തെറ്റിപ്പിക്കുകയോ വഴിപിഴപ്പിക്കുകയോ ചെയ്യരുത് എന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ഈശോയുടെ ആഗ്രഹമാണ്.